വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഒരു എൻക്വയറി ആയിരിക്കും അല്ല. അപ്പോൾ ഒരു എൻക്വയറി വരുന്ന സമയത്ത് നമ്മുടെ CRMൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണോ യൂസർ, ആ യൂസർ വന്നിട്ട് എൻക്വയറി ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ വന്നിട്ട് അവർ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഏകദേശം അവർക്കുള്ള വിൻഡോ എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു എൻക്വയറി വരുമ്പോൾ അവർ ചെയ്യേണ്ട കേസ് എന്ന് പറയുന്നത് ന്യൂ അടിച്ച് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ അടിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ബേസിക്കായിട്ട് നമുക്ക് ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെ സിസ്റ്റത്തിൽ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ എന്താണ് ഇപ്പോൾ എൻക്വയറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻക്വയറിയുടെ ഒരു നെയിം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂ എന്താ പറയുക വാക്കി ടോക്കി എന്നാണെങ്കിൽ വാക്കി ടോക്കിയാണ് അവർക്ക് വേണ്ട റിക്വസ്റ്റ് എങ്കിൽ വാക്കി ടോക്കി എന്ന് അടിക്കുക. പിന്നെ ആരാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ വിളിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് അവരൊരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ എന്താ പറയുക പുതിയൊരു ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത സമയത്ത് ഓൾറെഡി എന്തെങ്കിലും സിസ്റ്റത്തിൽ കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ രമ്യാന്ന് വിചാരിക്കുക ഓൾറെഡി കാണിക്കും, അത് ആഡ് ചെയ്താൽ മതി. ഇനി അതല്ല പുതിയതാണ് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പുതിയൊരു കസ്റ്റമറെ ആ സ്പോട്ടിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ പുതിയതാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 080 സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അത് വേണ്ട. ഇപ്പോൾ ടെസ്റ്റ് കമ്പനി, ഓക്കെ, ഒരു കമ്പനിയിലെ ആളാണ് ശരിക്കും. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ക്രിയേറ്റ് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ സിസ്റ്റത്തിൽ കാണിക്കും. നമുക്കവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അഡ്രസ്സും കാര്യങ്ങളും അടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസിലും ആ ഡീറ്റെയിൽസ് അടിച്ചിട്ട് നമുക്ക് നമ്പറുകളും ഫോൺ നമ്പറും ഇമെയിലൊക്കെ എൻ്റർ ചെയ്തിട്ട് ഇനി ഡയറക്റ്റ് ഒരു കോൺടാക്ട് പേഴ്സൺ ആണുള്ള ഒരു കമ്പനി എന്നുള്ളത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ എന്നുള്ള പേര് ആക്കിയിട്ട് സേവ് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ സ്വിച്ച് ചെയ്ത് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വിളിക്കുന്ന ആളുടെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനാണ് വിളിക്കുന്നത്, അപ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വെക്കാം, സനൽ ഡേവിസ്. പിന്നെ എന്താണ് ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ, ഓക്കെ, 760 ഒരു നമ്പർ അടിച്ചിട്ട് എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് സേവ് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി മൊബൈൽ നമ്പർ വാലിഡേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാണിംഗ് കാണിക്കും മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി, ഓക്കെ. അപ്പോൾ അതാണ് അപ്പോൾ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് നമുക്ക് അവരെ ഇനി ഡയറക്റ്റ് ഇമെയിൽ വരുന്നുണ്ട്, ഫോൺ നമ്പർ വരുന്നുണ്ട്, ഡീറ്റെയിൽസ് കാര്യം വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ മോഡിഫൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ടാഗ് ഉണ്ടെങ്കിൽ ടാഗ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി എന്താണ് ഒരു എക്സാക്ട് റിക്വയർമെൻറ്റ് നമുക്കിവിടെ മൊത്തത്തിൽ ഡീറ്റെയിൽസ് ആയിട്ട് മേടിക്കാം. അപ്പോൾ വാക്കി ടോക്കി ഫോർ 3 numbers, need SIM card additional, ഇങ്ങനെ ബേസിക് ഡീറ്റെയിൽസ്. പിന്നെ എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലും ഗ്യാദർ ചെയ്യാൻ കിട്ടിയെങ്കിൽ അങ്ങനെ ഗ്യാദർ ചെയ്ത് നമുക്ക് ആഡ് ചെയ്തിടാം. ഇപ്പോൾ എന്തെങ്കിലും മീഡിയം വഴി വന്നതാണ്, ഇപ്പോൾ ഡയറക്റ്റ് ഫോൺ ആണെങ്കിൽ ഫോൺ കോൾ വഴി, പിന്നെ ഏതാണ് സോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ചെയ്തിടാം, ഓക്കെ. ഫേസ്ബുക്ക് കോൾ വഴിയാണെങ്കിൽ ഫേസ്ബുക്ക് കോൾ വഴി, പിന്നെ ആരെങ്കിലും റെഫർ ചെയ്തതാണെങ്കിൽ ആ റെഫർ ചെയ്തത്, ഓക്കെ, സാബിർ, ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട് റെഫേർഡ്. ജസ്റ്റ് നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ഗ്യാദർ ചെയ്യാൻ മാത്രമായിട്ട് ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്കായിട്ട് ഒരു എൻക്വയറിയുടെ ബേസിക് ഡീറ്റെയിലിംഗ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഇവിടെ ഡോക്യുമെൻ്റ്. അപ്പോൾ എന്താണ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എന്തൊരു ഇമേജാണ്, ഒരു ഇമേജ്, നമുക്ക് ഒരു ഇമേജ് ഇട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ ഇമേജ് ഇവിടെ ജസ്റ്റ് ഈ മോഡിൽ ജസ്റ്റ് ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ടോപ്പിലുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻറ്റ് കാണുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്ത് കളയാൻ ചെയ്യാം ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് മറ്റേ ഒരു എൻക്വയറി യൂസർ അടിക്കേണ്ടത്. ഇനി അടുത്തത് കേസ് എന്ന് വെച്ചാൽ ഈ ഒരു എൻക്വയറി യൂസർക്ക് ഇതിൻ്റെയുള്ള ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്യലാണ് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എൻക്വയറി ഫോളോ അപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു യൂസർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം എന്നൊക്കെയാണ്. നാളെ ഒരു കോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, റിമൈൻഡിങ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കോള് മറ്റേ ഷെഡ്യൂൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കോളിന് ഇവിടെ ആ പൈപ്പ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂവിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കോൾ എന്നുള്ള പ്രൊവിഷൻ കാണിക്കുന്നുണ്ട്. ഇതാണ് ആ എൻക്വയറി ഡീറ്റെയിൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ അത് എന്തെങ്കിലും തരത്തിൽ നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫോളോ അപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് മാർക്കസ് ഡൺ അടിച്ച് എന്താണ് ആ കോളിലുള്ള റെസ്പോൺസ് എന്നുള്ളത് നമുക്കിവിടെ ജസ്റ്റ് മാപ്പ് ചെയ്യാം. ഡു നോട്ട് കറൻ്റ്ലി നോട്ട് ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ആക്ടിവിറ്റി മാപ്പ് ആകുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ക്വാളിഫൈഡ് ലീഡായി മാറ്റണമെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ ചേഞ്ച് വരുത്താം. അപ്പോൾ എന്നാണ് ലീഡ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും പിന്നെ എന്നാണ് ക്വാളിഫൈ ചെയ്യുന്നുള്ളവിടെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് നമുക്കത് ഇതൊക്കെ ജസ്റ്റ് സ്റ്റേറ്റ് ചേഞ്ച് ആണ്. നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റം വരുത്താവുന്നതുള്ളൂ. ഓക്കെ, ഇനി ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യുന്നതും ആക്ടിവിറ്റി മാനേജ്മെന്റും എന്ന് പറയുന്നത് നോർമലി ഒരു CRM യൂസർക്ക് വേണ്ട ഒരു പ്രൊവിഷനാണ്. അവരത് മാനേജ് ചെയ്യുന്നതായിരിക്കും ഓരോന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു എൻക്വയറി ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഡീറ്റെയിലിംഗ് പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇവിടെ ഓരോ വ്യൂകൾ മാറ്റാനുള്ള ഓപ്ഷൻ ടോപ്പിലുണ്ട്. നമുക്ക് മെയിനായിട്ട് 2 വ്യൂ ആണ് നമുക്ക് മെയിനായിട്ട് യൂസേജ് വരിക. ഒന്ന് ഒരു സ്റ്റേജ്, ഒരു ക്യാൻവ, നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലത്തെ ഒരു വ്യൂവും, പിന്നെ നമുക്കുള്ളത് ഒരു ലിസ്റ്റ് ഡ്രിൽ ഡൗൺ പോലത്തെ ഒരു വ്യൂ ആണുള്ളത് മെയിനായിട്ട്. ഇനി നമുക്ക് ഉള്ളത് മറ്റേ കസ്റ്റമേഴ്സാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറെ നമുക്ക് ടെസ്റ്റ് കമ്പനിയിലെ കസ്റ്റമറെ കാണിക്കും. ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, അതിൻ്റെ അഡ്രസ്സ്, അതിൻ്റെ കോൺടാക്ട് പേഴ്സൻ്റെ ഡീറ്റെയിൽസും കൂടെ താഴെ കാണിക്കും. അതിൽ തന്നെ ആ കസ്റ്റമർ എടുത്ത് കഴിഞ്ഞാൽ ടോപ്പിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി എത്രയാണ്, ഈ കമ്പനിക്ക് എത്ര ഓപ്പർച്യൂണിറ്റി, എല്ലാ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ കറൻ്റ് ഇതാണ് ബ്രെഡ് ക്രംബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ടാഗ് ചെയ്ത് തൊട്ട് മുമ്പത്തെ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇത് എഴുതിയതിൻ്റെ തൊട്ട് ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ പോകും. അതിന് മുമ്പത്തെ പോകണമെങ്കിൽ അതിന് ബാക്കിലേക്ക്. ഇതാണ് ബ്രെഡ് ക്രംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ സെയിൽ, പർച്ചേസ്, ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇങ്ങനെ ആ ഒരു കസ്റ്റമർക്ക് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും മാപ്പായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുക വെച്ചാൽ റിപ്പോർട്ടിംഗ് ആണ്. അത് ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ നമുക്കിവിടെ പുൾ ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ എത്രത്തോളം ലീഡ് ഉണ്ടെങ്കിൽ, ടെസ്റ്റ് കമ്പനി എന്നുള്ള നമുക്ക് ഒരു കസ്റ്റമറുടെ ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കസ്റ്റമറുടെ പേര് കൊടുത്ത് എത്രത്തോളം ലീഡ് കണ്ടോ, 1 ലീഡാണ് എടുക്കുന്നത് ആ ഒരു ഇത്. ഇനി നമുക്ക് ഇതിൽ ഡേറ്റ് അസൈൻ അങ്ങനത്തെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് റിപ്പോർട്ടിംഗ് പർപ്പസുകളാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമുക്കുള്ളത് എന്താണ് മെയിനായിട്ട് ഈ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സെയിൽ പ്രൊവിഷണൽ ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് കറൻ്റ് എന്താ പറയുക നമ്മളൊരു CRM യൂസറിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.